സമർപ്പിച്ചു നാഥ വാഴ്ത്തുന്നു ഞാനും ദിവ്യാവദാനം. പ്രഭാതത്തിലെന്നെ സമർപ്പിച്ചു നാഥ വാഴ്ത്തുന്നു ഞാനും ദിവ്യാവദാനം. ഇതാ ഇന്നു നിന്റെ കർത്താവേ, ഈ ജോസിനെ അങ്ങോട്ട് തരുക. നിനക്കറിയാമല്ലോ എല്ലാം. ഒരു റിയലേറ്ററായ എനിക്ക് നല്ല ക്ലയൻസിനെ കിട്ടിയില്ലെങ്കിൽ എന്റെ കാര്യം കട്ട പോവുകയാണ്. അതുപോലെ ഈ ജോസിനോട് നീ സംസാരിക്കണം. എനിക്ക് നിന്റെ വചനത്തിൽ വലിയ വിശ്വാസം. മർക്കോസ് 12:30-31. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. എന്റെ ഈശോയെ, നീ അല്പം സ്വാർത്ഥനല്ലേ? എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കാൻ കേട്ടോ. അത് നീ യോഗ്യനാണല്ലോ. നോക്കട്ടെ ഇനി എന്താ പറയുന്നത്. രണ്ടാമത്തെ കൽപ്പന, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയില്ല. പിന്നെ അങ്ങ് പറഞ്ഞാ മതി, അയൽക്കാരനെ സ്നേഹിക്കണം പോലും. അതും എന്നെ ദ്രോഹിച്ചവന്. ഈശോയെ, നിനക്ക് അറിയാമല്ലോ, ഇത്രയും കുശുമ്പും കുന്നായ്മയുള്ള ഒരു അയൽവാസിയെ ആരും കണ്ടിട്ടില്ല. ഒരു റിയലേറ്ററായ ഞാൻ തൊട്ടടുത്ത് കിടന്നിട്ട് അവൻ ആ വെള്ള തൊലിക്കാരനെ കൊണ്ട് ആ വീട് മേടിപ്പിച്ചത്. കമ്മീഷൻ എത്രയാ? അത് തന്നെ ഇതിനേക്കാൾ വലിയ വീടും കാറും ഒക്കെ വാങ്ങിച്ചിട്ട് എന്നെ അങ്ങ് തോൽപ്പിക്കാമെന്നോ അവന്റെ വിചാരം. നടക്കത്തില്ല കർത്താവേ, നടക്കത്തില്ല. അതൊഴിച്ച് വേറെ എന്തും ഞാൻ അനുസരിക്കാം. ലൂക്ക 6:38. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ടാക്സ് കിട്ടേണ്ട കാര്യമായിരിക്കും അല്ലയോ? കർത്താവേ, വർഷാവസാനമാകുമ്പോൾ ഞാനൊരു കാമ്പങ്ങ് കാണും. അല്പസ്വപ്പം ഡൊണേഷൻ പള്ളിക്കും വീട് മേടിക്കുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കും. അതൊരു രഹസ്യമാകട്ടോ. പിന്നെ ഒരു തുക പോർണോട്രിയിൽ വിടും. ഇതൊക്കെ തന്നെയല്ലേ അങ്ങനെ ഉദ്ദേശിക്കുന്നത്? അല്ലാതെ ഈ അച്ഛന്മാര് പള്ളിയിൽ പ്രസംഗിക്കുന്ന പോലെ ഉദാരമായിട്ട് ദാനം ചെയ്യുന്ന പരിപാടിയൊന്നും ജോസിനില്ല. തിരിച്ചു കിട്ടാത്ത ഒരൊറ്റ കേസ് ഈ ജോസ് പിടിക്കത്തില്ല. അല്ല, അതിപ്പോ ഇവിടെ ആരാ പട്ടിണി കിടക്കുന്നത്? ഭാഗ്യം അമേരിക്കയിലായത്. അയ്യോ, മേൽക്കുട്ടി എത്തിയോ? അവിടെ നോട്ടെ നിന്നില്ലേ? നിന്നോട് സംസാരിച്ചിരുന്നു, തുണിക്ക് വാശം ഉണ്ടാക്കിയില്ല. ഒരു മിനിറ്റ്, ഇപ്പം വരാം. അല്ല, ഇതാണ് വികാരി അച്ഛനു. എന്നാ അച്ഛൻ കൊച്ചുകുളപ്പം കാലത്ത് എന്താണ് ജോസേ? സ്തുതിയെല്ലാം ഞാൻ പറയണം. ഓ, ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓക്കെ ഓക്കെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, രാവിലെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ. ചുമ്മാതായിരിക്കും അല്ലേ? എടാ പോയി, ഇതുവഴി നടക്കാൻ ഇറങ്ങിയപ്പോൾ കയറിയതാ. അല്ല, ഇന്നലെ 56 കളിക്കാൻ നീ കണ്ടില്ലല്ലോ. ഓ, എന്നാ ചെയ്യാനാച്ചോ? ഈ മേൽക്കുട്ടിക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോ ഞാൻ ചീട്ട് കളിക്കാൻ പോകുന്നത് അവളൊക്കെ ഇഷ്ടമായല്ല. ഞാൻ കണ്ടുപിടിക്കുമെന്നുള്ള പേടിയാണേ. ഓ, പാവം മേരിക്കുട്ടി. അവൾ അറിയുന്നുണ്ടോ നിന്റെ തനിസ്വരൂപം? അച്ഛോ, അച്ഛൻ എന്നെ അർത്ഥം വെച്ച് സംസാരിക്കുന്നത്. ജോസേ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. അല്ല, മേരിക്കുട്ടി എത്തിയില്ലേ? ഇല്ല അച്ഛോ, വരുന്നതേ ഉള്ളൂ. എന്തിനാണ് മേരിക്കുട്ടിയെ കൊണ്ട് ഈ ഓവർ ടൈം എല്ലാം ചെയ്യിപ്പിക്കുന്നത്? അച്ഛനത് പറയാം. ഓവർടൈം ചെയ്തിട്ട് കാര്യങ്ങൾ ഓടുന്നില്ല. ഇവിടെയുള്ള വീടുകൾക്ക് മോർഗേജ് അടയ്ക്കണ്ടേ? പിന്നെ നാട്ടിലൊരു വീടിന്റെ പണിയും തീർന്നിട്ടില്ല. ഇതൊക്കെ എങ്ങനെ ഓടുമെന്നാ? എടാ ജോസേ,
നിന്റെ വരുമാനത്തിന്റെ 10% പള്ളിക്കാണെന്നറിയാമല്ലോ. നീ 2-3 വീട് പണിയുമ്പോൾ നമ്മുടെ ഇടവയ്ക്ക് സ്വന്തമായ ഒരു പള്ളി ഞാൻ നീ ഓർക്കണം. ഒരു കാര്യം ചെയ്യേ ജോസേ, ഒരു $10,000 പള്ളി പണിയാൻ നീ താ. ഇത് പറയാനാ ഞാൻ ഇതുവഴി വന്നത്. എന്റെ കർത്താവേ, ഈശോയെ, കാറ്റ് പോയോ? ജോസേ, 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 എന്നാ പറ്റിയടാ? ഓ അച്ചു, ഞാൻ നെഞ്ചു കൂടിടിച്ച് പൊട്ടിക്കാതെ. ഇതൊന്നും താങ്ങാനുള്ള കഴിവ് എനിക്കില്ല. ഞാനൊരു ലോല ഹൃദയന. പിന്നെ അച്ഛനൊരു കാര്യം ചെയ്യും. പൂജ്യത്തിന് വിലയില്ലല്ലോ. ഒരു പൂജ്യം അങ്ങ് കുറയ്ക്കും. പള്ളി വിളിച്ചു പറയുമ്പോൾ കൂട്ടി പറഞ്ഞു. ചിലപ്പോ അതുകൊണ്ട് മറ്റുള്ളവർ കൂടുതൽ തരും. എടാ ജോസേ, പള്ളി കയറടാ, കൊടുക്കേ. അച്ഛനൊപ്പം പോവല്ലേ? വൈകിട്ട് ചീട്ട് കളിക്കുന്നിടത്ത് കാണാം. നല്ലൊരു വചനം തരണേ കർത്താവേ. അപ്പോൾ ദൈവം അരുളി ചെയ്തു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ വിളിച്ചാൽ നിന്റെ സമ്പാദ്യമെല്ലാം ആരുടേതാകും. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്തുവാ ഇത്? മനുഷ്യരെ പേടിപ്പിക്കുന്നതിനൊക്കെ രാത്രിയുണ്ട്. വെറുതെ അല്ല യഹൂദരെല്ലാം കൂടെ കൂടി കുരിശ കയറ്റിയത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പം എന്താ ചെയ്യുക? നിന്റെ നിയമങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കർത്താവേ. കർത്താവേ, ഈ രാത്രി നീ എന്നെ വിളിച്ചേക്കല്ലേ കേട്ടോ. പേടിയാവും. അല്ല, ഇതാണ് മത്തായി ചെന്നു. മത്തായി? എടോ ജോസ്, ഞാൻ തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ മത്തായി എന്ന് വിളിക്കില്ലെന്ന്. കോൾ മീ മാൻ. അമേരിക്കയിൽ ജീവിക്കുമ്പോൾ അതനുസരിച്ച് വേണം നമ്മുടെ പേരും. അത് മാറ്റും. അത് നിലത്തിട്ട് ചവിടുന്ന സാധനമല്ല. താനെപ്പോഴും ഇത്രയും തറയായത്? തറയോ? തറ തൻ്റെ. ഞാനൊന്നും പറയുന്നില്ല. രാവിലെ ചൂടാകാതെ വന്ന കാര്യം പറഞ്ഞു. എടോ, താൻ മറന്നു, ഈ ഞായറാഴ്ചയാണ് നമ്മുടെ പള്ളിയുടെ ജനറൽ ബോഡി മീറ്റിംഗ്. പുതിയ കൈക്കാരനെ തിരഞ്ഞെടുക്കുകയാണ്. തന്നെയാക്കാനാ ഞങ്ങളുടെ പ്ലാൻ. ഇടവകയിലെ കൈക്കാരനാകാൻ യോജിച്ചത് ഞാൻ തന്നെയാ. എങ്കിലും വേണ്ടായിരുന്നു. നമ്മുടെ ഈ മലയാളി അസോസിയേഷനും ഇന്ത്യൻ അസോസിയേഷനും ഒക്കെ പ്രസിഡന്റ് ആകാമോ എന്ന് എന്നോട് ചോദിച്ചതാ. ഞാൻ ഒറ്റയടിക്ക് പറ്റില്ലെന്നാണ് പറഞ്ഞത്. അതെ അതെ, അവരാരും ഈ പിശുക്കനെ ആ പരിസരത്തേക്ക് അടുപ്പിക്കില്ല. എന്നിട്ട് അവൻ്റെ ഒരു പൊങ്ങച്ചം പറിച്ചില്ല. കൈക്കാരനായാലെങ്കിലും പള്ളിക്കൽപ്പം പൈസ കൊടുക്കുമല്ലോ എന്ന് കരുതിയ. അല്ല മത്തായി, എന്താ ആലോചിക്കുന്നത്? ഓ, പിന്നെ മത്തായി. ഓ സോറി മാക്സ്. ഓ, ഞാൻ ജോസിന്റെ നിലയും വിലയൊക്കെ ഒന്ന് ആലോചിച്ചു പോയതാ. ഓ, എനിക്കങ്ങനെ വലിയ ഭാവമൊന്നുമില്ല. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. പറഞ്ഞ കാര്യം മറക്കണ്ട. ഇല്ലെന്നേ, മറക്കില്ല. ഓ കർത്താവേ, നീ കൊള്ളാൻ കേട്ടോ. ഈ രാത്രി വിളിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒരു നല്ല സ്ഥാനം നൽകാൻ പോകുന്നല്ലോ. എത്ര കാലമായി ആഗ്രഹിക്കുന്നതാ ഒരു സ്ഥാനം. നീ നോക്കിക്കും, ഞാനിത് കലക്കും. അല്ല, എന്നോട് പിണക്കമൊന്നുമില്ലല്ലോ. ഒന്ന് നോക്കിക്കളയാം, ഞാൻ കൈക്കാരനാകുന്നതിൽ കർത്താവ് എന്ത് പറയുന്നുവെന്ന്. മത്തായി 23:12. തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ ഉയർത്തപ്പെടും. ഇത് എനിക്കിട്ട് വെച്ചതല്ലേ? അല്ലേ കർത്താവേ, പറ, നീ എന്നെ ശത്രുവോ അതോ മിത്രമോ? വെറുതെ അല്ല പല വീടുകളിലും നിന്റെ ഈ വചനപുസ്തകം ചെതലിരിക്കുന്നത്. ഹലോ, is it Jose Pudivitu? Yes, I am Jose, realtor Jose. I'm looking for a house. I am free today.
Listen, Jose, I'm calling from Little Flower Hospital. Your wife met with an accident and is in a very critical state. Come immediately. എന്റെ കർത്താവേ, ഞാൻ എന്തായി കേൾക്കുന്നത്? എന്റെ മേരിക്കൊന്നും വരുത്തരുതേ. അവളൊരു പാവമാണ്. എന്റെ തെറ്റിന് അവളെ ശിക്ഷിക്കല്ലേ, എന്നോട് പൊറുക്കണമേ. സങ്കീർത്തനം 103. വയ്യ കർത്താവേ, എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല.